ഹരിയാനയിലെ ജജ്ജറിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തി. ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോബിൾ മരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി. നോബിൾ, കഴിഞ്ഞ ദിവസവും ചെറിയൊരു ഭൂചലനം ഉണ്ടായിരുന്നു ദില്ലിയിൽ. അത് 4.4 രേഖപ്പെടുത്തിയത്. അതും ഹരിയാനയിലായിരുന്നു, റോത്തങ്ങിലായിരുന്നു. ഇപ്പോഴും ഏകദേശം ആ പ്രദേശത്താണോ ഭൂചലനം അനുഭവപ്പെട്ടത്? നാശനഷ്ടങ്ങളില്ലല്ലോ അല്ലേ? അരുൺ, ഏറ്റവും ആശ്വാസം നാശനഷ്ടങ്ങളൊന്നും ഇന്നത്തെ ഭൂചലനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഹരിയാനയിലെ ജജ്ജറിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 3.7 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് രാത്രി 7:49 ഈ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ആ സമയത്ത് വലിയ പ്രകമ്പനമൊന്നും അനുഭവപ്പെട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇന്നലെയും ഈ ജജ്ജറിൽ തന്നെയാണ് ഭൂചലനം ഉണ്ടായത്. അതിന്റെ ഒരു പ്രകമ്പനം ദില്ലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. ദില്ലിയിലടക്കം ഗാസിയാബാദ്, നോയിഡ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ശക്തമായി തന്നെ പ്രകമ്പനം ഉണ്ടായി. 4.4 അതിന് തീവ്രത രേഖപ്പെടുത്തിയത്. എന്താണെങ്കിലും ഇന്നത്തെ 3.7 തീവ്രത രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് വലിയ ഭൂചലനമാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. പലരും ഇത് അറിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ചില അറിഞ്ഞ ആളുകളൊക്കെ അതിന്റെ ഒരു ചെറിയ ആശങ്ക പങ്കുവയ്ക്കുകയും ചിലരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിരുന്നു. എന്താണെങ്കിലും നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഏറെ ആശ്വാസമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഭൂചലനം രേഖപ്പെടുത്തിയതിൽ ചെറിയ ആശങ്കയുണ്ട് എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. കാരണം ഈ ഇന്നലെ ഉണ്ടാകുന്നു, ഇന്നുണ്ടാകും. തുടർച്ചയായ ദിവസങ്ങൾ ഒരു സ്ഥലത്ത് ജജ്ജറിൽ തന്നെയാണ് 2 ദിവസവും ഭൂചലനം ഉണ്ടായത് എന്നതും അല്പം ആളുകൾ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിലെ ആളുകൾ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് വിദഗ്ധരടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ ആശങ്ക വേണ്ട സാഹചര്യമില്ല. റിക്ടർ സ്കെയിലിൽ 3.7 മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹരിയാനയിലെ ജജ്ജറിലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം.